സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പാലസ്റ്റീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ്, വെസ്റ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിലെ പാലസ്റ്റീൻ്റെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം ഹമാസിന് കാര്യമായൊരു ഉപദേശം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹമാസിനോട് ആയുധം വെച്ച് കീഴടങ്ങാനും മുഴുവൻ ബന്ധികളെയും തിരിച്ചു കൊടുക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും അതുവഴി ഗാസയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം അവിടെ തുടരാനുള്ള അവസരമൊരുക്കാനുമാണ് ഈ മുഹമ്മദ് അബ്ബാസ് ഹമാസിനെ ഉപദേശിച്ചത്. പക്ഷെ ഉപദേശം കുറച്ച് കടുപ്പത്തിലായിരുന്നു. അദ്ദേഹം ഹമാസിൻ്റെ പ്രവർത്തകരെ അഡ്രസ്സ് ചെയ്തത് യു സൺസ് ഓഫ് ഡോഗ്സ് എന്നാണ്. യു സൺസ് ഓഫ് ഡോഗ്സ്. ഞാൻ അതിൻ്റെ മലയാളം പരിഭാഷ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. മലയാളത്തിൽ പറയുന്ന സംഗതിയാണത്. ഇനി അത് വിളിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് വിളിച്ചതിൻ്റെ പേരിൽ ഇനി നായ്ക്കളെ ഇദ്ദേഹത്തോട് വഴക്കുണ്ടാക്കാൻ ചെല്ലുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തായാലും അവരുടെ കയ്യിലിരിപ്പോൾ അത് കൂട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും പാലസ്റ്റീൻ അതോറിറ്റിയുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് പോലും പറയുന്നു, ദയവായിട്ട് ആയുധം വെച്ച് കീഴടങ്ങി നിങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങൾ നിർത്തി ആ പിടിച്ചുകൊണ്ട് വന്ന പാവങ്ങളെ, ആ ഹോസ്റ്റേജസിന് മുഴുവനായും തിരിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും പാലസ്തീനികളൊന്ന് രക്ഷിക്കട ഇവരെ എന്നാണ് അവരോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഹമാസ് വലിയ പ്രകോപിതരായിട്ട് തിരിച്ച് അബ്ബാസിനോട് ക്ഷമ പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹമാസിൻ്റെ ഒഫീഷ്യലായിട്ടൊരു ബാസിം നയീം എന്ന് പറയുന്ന ഒരാൾ ഈ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുകയും കൂടാതെ മുഹമ്മദ് അബ്ബാസ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മുഹമ്മദ് അബ്ബാസ് പറയുന്നത് പാലസ്തീൻ അതോറിറ്റീനെ ഭരണമേൽപ്പിക്കണമെന്നാണ്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി പാലസ്തീനിൽ നിന്ന് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയി പാലസ്തീൻ അതോറിറ്റി, അവിടെ നേരത്തെ പാലസ്തീൻ അതോറിറ്റിയാണ് ഗാസയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. പാലസ്തീൻ അതോറിറ്റിനെ ഹമാസ് സായുധ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കി അവിടുത്തെ അധികാരം പിടിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി ഇന്ന് കാണുന്ന ഈ സാഹചര്യത്തിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ ഗാസയിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഗാസയിൽ തുടരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പാലസ്തീനികളെ എത്തിച്ചു വെച്ചത് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനകളാണ്. അപ്പോൾ ആ ഭീകര സംഘടനയെ, അതിൻ്റെ പ്രവർത്തകരെ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത വാക്കുപയോഗിച്ച് അഡ്രസ്സ് ചെയ്താൽ ഒരുപക്ഷെ നായ്ക്കൾക്ക് മാത്രമേ കോപമുണ്ടാവൂ, വേറെ ആർക്കും അതിൻ്റെ പേരിൽ കോപമുണ്ടാവുകയില്ല എന്നാണ് ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവുക. എന്തായാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതിനിടയിലൂടെ അവരുടെ ജോലി ഭംഗിയായിട്ട് ഗാസയിൽ നിർവഹിക്കുന്നുണ്ട്. അവർ അവിടെ റെയ്ഡ്സ് തുടരുകയും ഹമാസിനെ വേട്ടയാടുകയും ബോംബ് വർഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിലൂടെ വരുന്ന ഒരു വാർത്ത, ഹമാസ് പുതിയതായിട്ട് 40,000 ആളുകളെ കൂടി റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ 40,000 ആളുകളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഫോഴ്സിൽ നിന്ന് 40,000 ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഗാസയിൽ മൊത്തം മരിച്ചുപോയി എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ എണ്ണം ഏകദേശം 50,000-ന് മേലെയാണ്. ഇപ്പോൾ ഇവർ 40,000 പേരെ പുതുതായിട്ട് ഇതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മരിച്ചത് 40,000 ഹമാസിൻ്റെ ഭീകരപ്രവർത്തകരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പുതിയ 40,000 ആളുകൾ റിക്രൂട്ട് ചെയ്ത് അവിടെ പാലസ്തീനിൽ തന്നെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഇവരുടെ ഫോഴ്സ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയും അതിനിടയിലൂടെ ഇവരുമായി ചായ്വുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്പം അതിനിടയിലൂടെ ഈ ശനിയാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 3-ാം റൗണ്ട് ടോക്ക് നടക്കേണ്ടത്. മാർപ്പാപ്പായുടെ ശവസംസ്കാര ചടങ്ങുകളുണ്ട്. ലോകം മുഴുവൻ ദുഃഖാചരണമാണെങ്കിൽ പോലും ഈ 2 മാസത്തെ ടൈം പീരിയഡ് അമേരിക്ക പ്രീഫിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരത് വളരെ സീരിയസ് ആയി തുടരാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ ചർച്ച മാറ്റിവെക്കാതെ തുടരാൻ തന്നെയാണ് സാധ്യത. അപ്പം ശനിയാഴ്ച ഒമാന്റെ തലസ്ഥാനത്താണ് ഈ ചർച്ച നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ച നടക്കുന്നതിന് പാരലായിട്ട് തന്നെ അമേരിക്കയുടെ സർവ്വസൈന്യാധിപൻ, ഹെഡ് ഓഫ് US സെൻട്രൽ കമാൻഡ് ജനറൽ മിഖായൽ എറിച്ച് കുറില എന്ന് പറയുന്ന ആൾ ഇന്ന് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സുമായും IDF ചീഫ് ജനറൽ ഇയാൻ സമീറുമായും കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പം ഇറാനുമായി അദ്ദേഹം ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളടക്കം 20 രാജ്യങ്ങളുടെ അമേരിക്കൻ ആർമിയുടെ 3 വിങ്ങിൻ്റെയും നേവൽ, എയർഫോഴ്സ് ആൻഡ് ആർമിയുടെ ചാർജുള്ള സർവ്വസൈന്യാധിപനാണ്. അപ്പം അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇറാനുമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ നെഗോസിയേഷൻസ് നടക്കുമ്പോഴും പാരലായി മിലിറ്ററി പ്രിപ്പറേഷൻസ് വളരെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ മിനിഞ്ഞാന്ന് അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി ഗൾഫ് റീജിയനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാർ പ്രിപ്പയർഡ്നെസ് അവർ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നെഗോസിയേഷൻസ് ടൈം ബൗണ്ടായിട്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നെഗോസിയേഷൻസ് നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിലൂടെ വരുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന പരിപാടി ഇറാൻ ചെയ്യേണ്ടതില്ല.
ഇപ്പം വിറ്റ്കോഫ് ആദ്യം വിറ്റ്കോഫ് പറഞ്ഞത് അവരുടെ എൻറിച്ച്മെന്റ് 3.75 നിർത്തണം. അപ്പൊ കഴിഞ്ഞ തവണയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡായിട്ട് പറയുന്നത് 3.75 നിർത്തണം എന്നുള്ളതാണ്. ഇതിൽ വാസ്തവത്തിൽ ഈ വിറ്റ്കോഫ് എന്ന് പറയുന്ന ആള് ഇദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. ഇദ്ദേഹത്തിന് ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള അജ്ഞത ഇദ്ദേഹത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പൊ റുബിയോ പറയുന്നത്, ഈ വിദേശകാര്യ സെക്രട്ടറി പറയുന്നത്, എന്തിനാണ് ഇറാൻ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത്? ആയുധമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു രാജ്യം എൻറിച്ച്മെന്റ് പ്രോസസ് ചെയ്യുന്നത് ലോകത്തിൽ വേറെ ഒരിടത്തും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻറിച്ച്മെന്റ് പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവർ ഈ 3.75 എൻറിച്ച്മെന്റ് പോലും അനുവദിക്കാനാവുകയില്ലെന്നും എൻറിച്ച്മെന്റിനുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടെ നിന്ന് ഒഴിവാക്കണമെന്നും അവർക്ക് 3.75 വരെ അത് സമാധാന പർപ്പസിനുള്ള എൻറിച്ച്ഡ് യുറേനിയമാണ്. 3.75 വരെയുള്ള എൻറിച്ച്മെന്റിലേക്ക് ഉള്ള യുറേനിയം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അവർ ഇമ്പോർട്ട് ചെയ്താൽ മതിയെന്നുമാണ് മാർക്കോ റൂബിയോ പറയുന്നത്. അപ്പം ഇത് തന്നെയായിരിക്കണം വിറ്റ്കോഫിന്റെ സ്റ്റാൻഡ്. വിറ്റ്കോഫ് പിന്നീട് ഇന്നലെ പത്രസമ്മേളനം നടത്തി ഈ സ്റ്റാൻഡ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അതായത് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സയന്റിഫിക് ഫെസിലിറ്റി, അതിന്റെ ടെക്നിക്കും ടെക്നോളജി ഈസ് ദെയർ, അതിന്റെ അതിന്റെ ടെക്നിക്കൽ ഫെസിലിറ്റീസ് എന്തായാലും ഇറാനിൽ പറ്റില്ല എന്നുള്ള നിലപാട് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനിടയിലൂടെ ഇറാൻ പറയുന്നത് റൈറ്റ് ടു എൻറിച്ച്മെന്റ് ഈസ് നോൺ നെഗോഷ്യബിൾ എന്നാണ്. അതായത് ഇറാന്റെ യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള അവരുടെ റൈറ്റ് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആ റൈറ്റ് വേണം എന്നുള്ള നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പൊ അവര് ചൈനയിലും പിന്നെ റഷ്യയിൽ നേരത്തെ പോയിരുന്നു, ഇപ്പൊ ചൈനയിൽ പോയിട്ടുണ്ട്. ചൈനയിൽ ഇന്നലെ ആണ് വിസിറ്റ് നടന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെ ഇവര് പറയുന്ന ഒരു പത്രപ്രസ്താവന ഒരെണ്ണം റൈറ്റ് ടു എൻറിച്ച്മെന്റ് ഈസ് നോൺ നെഗോഷ്യബിൾ എന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പം അമേരിക്ക എത്തിയിട്ടുള്ള നിലപാട് എൻറിച്ച്മെന്റ് എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അങ്ങനെ ഒരു കാര്യം നെഗോസിയേഷനിൽ പറ്റില്ല, എൻറിച്ച്മെന്റ് ഈസ് സീറോ, അത് പൂർണ്ണമായിട്ടും മാറ്റണം എന്നുള്ളതാണ്. അതിനിടയിലൂടെ റാഫേൽ ഗ്രോസി, ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടറായിട്ടുള്ള റാഫേൽ ഗ്രോസി, അദ്ദേഹത്തെ നമ്മൾ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ സാറ്റലൈറ്റ് സാറ്റലൈറ്റുകൾ, ചാര ഉപഗ്രഹങ്ങൾ ഈ ഇറാന്റെ നദാസ് എന്ന് പറയുന്ന ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട് അവർക്ക്, ആ ന്യൂക്ലിയർ സൈറ്റില് വളരെ ഡീപ്ലി ബറീഡ് ആയിട്ടുള്ള ടണലുകൾ കണ്ടെത്തിയതായി പറയുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ എടുത്തതിൽ നിന്നാണ് അവർക്ക് മനസ്സിലായത്. ടെക്നോളജി എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നേരത്തെ തന്നെ അവിടെ ഡീപ്ലി ബറീഡ് ആയിട്ടുള്ള ടണൽസ് ഉണ്ട്. അതിന്റെ സൈഡില് വലിയ ഡീപ്ലി ബറീഡ് ആയിട്ടുള്ള പുതിയ ടണൽസ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ള വിശദീകരണം താൻ ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അപ്പം ഇറാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയോട് പറയുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വേറെ ലോകത്തിലെ ഒരു രാജ്യവും അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് ഇത്തരം ഉത്തരങ്ങൾ പറയാറില്ല. അത് റഷ്യ ആവട്ടെ, അമേരിക്ക ആവട്ടെ, ഇന്ത്യ ആവട്ടെ, ലോകത്തിലെ ഏത് രാജ്യമാണെങ്കിലും ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിശദീകരണം കൊടുക്കും. അപ്പൊ ഇവരോട് നിങ്ങൾ എന്തിനാണ് ഈ ഡീപ്ലി ബറീഡ് ആയിട്ടുള്ള വലിയ ടണലുകൾ, പുതിയത്, നേരത്തെ ഓൾറെഡി ടണലുകളുണ്ട്, അതിന്റെ സൈഡിൽ ഡീപ്ലി ബറീഡ് ആയിട്ടുള്ള ടണലുകൾ ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ അരികിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ദിറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നുള്ള മറുപടിയാണ്, നിങ്ങളുടെ ബിസിനസ് അല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്തരം ടണൽസ് സാധാരണഗതിയിൽ ഡീപ്ലി ബറീഡ് ആയിട്ടുള്ള ഇത്തരം ടണൽസ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എൻറിച്ച്ഡ് യുറേനിയം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ്. എൻറിച്ച്ഡ് യുറേനിയം ഒളിച്ചും കൂടാതെ സേഫ് ആയിട്ട് സൂക്ഷിക്കുന്ന റേഡിയേഷൻ ഉണ്ടാവുമല്ലോ, റേഡിയേഷനുള്ള സാധനം ഡീപ്ലി ബറീഡ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡീപ്ലി അതിന്റെ ടണലുകൾക്ക് അതിന്റെ കവറിനൊക്കെ വളരെ പ്രത്യേകതകളുണ്ട്. റേഡിയേഷൻ പുറത്തു പോകാത്ത ടൈപ്പ് കവറുകളൊക്കെ ആവശ്യമുണ്ട്. അത്തരം ടണലുകൾ സൃഷ്ടിച്ച് അതിനകത്ത് ഇവരെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ എൻറിച്ച്ഡ് യുറേനിയം സൂക്ഷിക്കുന്നു എന്നാണ് ഈ റാഫേൽ ഗ്രോസി പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിനിടയിലൂടെ പറയുന്നുണ്ട്, അദ്ദേഹം ഊഹാപോഹങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ നെഗോസിയേഷൻസ് ശരിയായ നിലയിൽ പോട്ടെ എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം പിന്നെ ഈ അമേരിക്കൻ സർവ്വസൈന്യാധിപന്റെ വിസിറ്റും പുതിയ എയർക്രാഫ്റ്റ് കാരിയറിന്റെ മൂവ്മെന്റും ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ചേർത്ത് വേണം വായിക്കാൻ. അപ്പം ഇറാനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ ഖമനേയി ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, ഒരു യുദ്ധം ഉണ്ടാകണം നല്ലതാണ്, കാരണം അത് പിന്നെ ദേശീയത വളർത്തും, അങ്ങനെ എല്ലാവരും കൂടി എന്റെ ചുറ്റും നിൽക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതിനിടയിലൂടെ ഇവര് പിന്നെ പുറത്താക്കിയ ഷാ ഉണ്ടല്ലോ, 1972 പുറത്താക്കിയ ഷാ, അദ്ദേഹത്തിന്റെ മകൻ പലാവി എന്ന് പറയുന്നത്, പലാവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം വിദേശ രാജ്യത്താണ് ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇറാനുമായി വളരെ ഡീപ്പായിട്ടുള്ള കോൺടാക്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ ധാരാളം ആളുകൾ ഇറാനിലുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ന്യൂക്ലിയർ ടോക്ക് വെറും വേസ്റ്റ് ആണ്, ഇതുകൊണ്ടൊന്നും കാര്യം സാധിക്കാൻ പറ്റിയല്ല.
കാര്യം സാധിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, ആഭ്യന്തര കലാപം ഇറാനിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ വലുതായ രീതിയിലുള്ള റെസൻമെന്റ് ഉണ്ട്. അത് സമരങ്ങളായിട്ടും പല വിഷയങ്ങളായിട്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. കലാപങ്ങൾ നടത്തുന്ന ആളുകളെ സാമ്പത്തികമായി സഹായിക്കണം. ഈ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി അമേരിക്കയോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസോ ഫണ്ടിലൊന്നും എവിടെയും പോകണ്ട. ഇറാന്റെ ഫ്രീസ് ചെയ്തു വെച്ച $1000 മില്യൺ ഉണ്ട്. $1000 ബില്യൺ, ബില്യൺ ആണ്, ബില്യൺ ദാറ്റ് ഈസ് 100 കോടി, ബില്യൺ ഈസ് 100 കോടി. അപ്പം $1000 ബില്യൺ ഇറാന്റെ ഫണ്ട് പല വിദേശ രാജ്യങ്ങളായി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫ്രീസ് ചെയ്ത് വെച്ച ഫണ്ട് ഉപയോഗിച്ച് ഇവരുടെ രാജ്യത്തിലെ ഇന്റേണൽ സ്ട്രഗിൾ ഒന്ന് മുമ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ റെജിം അവിടെ വീഴും. ഈ റെജിം വീണ് കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പണിമുടക്ക് നടത്തി രാജ്യത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പണിമുടക്ക്, ഒരു ഇൻഡസ്ട്രിയും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലാക്കുക, പവർ ഇൻഡസ്ട്രി അടക്കം ന്യൂക്ലിയർ പ്ലാന്റുകൾ അടക്കം ഫ്രീസ് ചെയ്യാൻ പറ്റും. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളമില്ലാതെ ഈ ഫണ്ടിൽ നിന്ന് പണം കിട്ടി അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ പണിമുടക്കും. അങ്ങനെ പണിമുടക്കുകയാണെങ്കിൽ ആ പണിമുടക്ക് വഴി രാജ്യത്തിന്റെ കംപ്ലീറ്റ് മൂവ്മെന്റും നിർത്തപ്പെടുകയും അങ്ങനെ ഇപ്പോഴുള്ള റെജിം, ഖമനയുടെ റെജിം തകർന്നു വീഴുകയും അതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനപരമായ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്ന ഓൾട്ടർനേറ്റീവ്. അപ്പൊ ഇത്തരം ഓൾട്ടർനേറ്റീവുകളൊക്കെ നടക്കുന്നതിനിടയിൽ നമ്മളുടെ രാജ്യത്ത് നടന്ന പഹൽഗാം അറ്റാക്കിൽ ഹമാസിന്റെ കൈകളുണ്ട് എന്നാണ് ഇസ്രായേലും ഒരുപക്ഷെ ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികളും ഒക്കെ വിശ്വസിക്കുന്നത്. ഹമാസിന്റെ ടീം കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം ഈ ജയ്ഷെ മുഹമ്മദിന്റെ അതിന്റെ ഒരു ക്യാപിറ്റൽ അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഏറ്റവും ഏകോപിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ പേര് ബഹാവൽപൂർ എന്നാണ്. നമ്മുടെ രാജസ്ഥാന്റെ നേരെ ഓപ്പോസിറ്റ് പാകിസ്ഥാനിൽ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാകിസ്ഥാൻ ആർമിയുടെ വലിയ ഫെസിലിറ്റീസ് ഉണ്ട്. ആ വലിയ ഫെസിലിറ്റിയോട് ചേർന്ന് തന്നെയാണ് ഈ ജയ്ഷെ മുഹമ്മദിന്റെ സെൻട്രൽ കമാൻഡ് ഉള്ളത്. അവിടെ ഹമാസിന്റെ ടീം വിസിറ്റ് ചെയ്യുകയും അവര് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ സർവ്വസൈന്യാധിപനുമായി കണ്ടുമുട്ടുകയും ചെയ്തതായി ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കൽ മാത്രമാണ് അവരുടെ ജോലി. അപ്പൊ അവര് ഹമാസ് ടീം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ റവാല കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അൽ അക്സ ഫ്ലഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിൽ ഈ അസിം മുനീർ പ്രസംഗിക്കുകയും ആ സമ്മേളനം സംഘടിപ്പിച്ചത് ജയ്ഷെ മുഹമ്മദും ലഷ്കർ തോയ്ബയും അടങ്ങുന്ന സംഘടനകളാണ്, ഈ ഭീകര സംഘടനകളാണ്. അത് കഴിഞ്ഞ മാസമാണ് പാക് ഒക്കുപൈഡ് കാശ്മീരിലെ റവാല കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെയും ഹമാസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. അതിന്റെ ടൈറ്റിൽ തന്നെ അൽ അക്സ ഫ്ലഡ്സ് എന്നാണ്. അതായത് ലോകത്തിലുള്ള മുഴുവൻ ഭീകര സംഘടനകളും ഒന്നു ചേർന്ന് ഇസ്ലാമിന്റെ ആ ഒരു ഭീകര പ്രവർത്തനം, ഇസ്ലാമിന്റെ ഭീകരത, ലോകം മുഴുവൻ വിതക്കേണ്ട ഇസ്ലാമിക ഭീകരത അത് ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അൽ അക്സ മോസ്ക് എന്ന് പറയുന്ന ജെറുസലേമിലുള്ള ടെമ്പിൾ മൗണ്ടിലുള്ള അവരുടെ ആ ദേവാലയത്തെ ഒരു സിംബലായി കാണിക്കുകയും എന്നിട്ട് എല്ലായിടത്തും അധിനിവേശം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലുള്ള മറ്റു മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നീക്കം. അത് ഹമാസിന്റെ നേതൃത്വത്തിൽ ആ കൊടയുടെ കീഴിലേക്ക് ഈ ലഷ്കർ തോയ്ബയും ജയ്ഷെ മുഹമ്മദും ഒക്കെ ചേക്കേറിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. ഇസ്രായേലിന്റെ ഇന്ത്യയിലെ അംബാസഡർ ഇന്നലെയും ഇത് പ്രഖ്യാപിച്ചിരുന്നു. ഒന്നര മാസം മുൻപ് ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ ഹമാസിനെ നിരോധിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ഇതുവരെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഔദ്യോഗികമായിട്ട് നിരോധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് തൽക്കാലമുള്ള വിവരങ്ങൾ.